ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം വിഗ്രഹപ്പാളികൾ, ദ്വാരപാലക വിഗ്രഹപ്പാളികൾ കാണാനില്ല. 59 പവൻ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഇതുവരെ ഉത്തരമില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. പത്മകുമാറിന്റെ മകൻ ശബരിമലയിൽ എന്താണ് കാര്യം? പത്മകുമാറിന്റെ മകന് ചെമ്പ് പൂശാനായി കൊടുത്തുവിട്ടു, അല്ലെങ്കിൽ സ്വർണം പൂശാനായി കൊടുത്തുവിട്ടു എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് അവര് സ്വീകരിച്ചത്? അങ്ങനെ അയ്യപ്പനെ വരെ വിഴുങ്ങിക്കളയും. നമ്മൾ ഇപ്പോഴും ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ അയ്യപ്പനെ വരെ ഈ അമ്പലം വിഴുങ്ങികളുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഗുരുതരമായ പിഴവുകളാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരിക തന്നെ വേണം. കാരണം ശബരിമല വിശ്വാസത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. വിശ്വാസികളെ പറ്റിച്ച് വിശ്വാസികൾ കൊണ്ടിടുന്ന പണത്തിൽ നിന്നും കൈയിട്ട് വാരി അവരുടെ നെയ്ത്തേങ്ങയിൽ നിന്ന് വരെ കൈയിട്ട് വാരുന്ന കുറെ അമ്പലം വിഴുങ്ങികൾ, അമ്പല മാഫിയകൾ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ശബരിമലയെ പോലുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ നിന്ന് ഇത്രത്തോളം അപഹരിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ, അതായത് അത്യാവശ്യം അറിയപ്പെടാത്ത ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, സ്വർണം പൂശിയ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എന്നേ ഇവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവന്മാരെ വീടുകളിൽ എത്തിയേനെ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് ഈ ദേവസ്വം ബോർഡ്? അതിനി വേണമോ വേണ്ടയോ? ഹിന്ദു വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിനോട് ചേർന്ന് നിൽക്കേണ്ട അമ്പലങ്ങളെ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ചട്ടക്കൂടിൽ ഒതുക്കിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്താനായി ഒരു മാഫിയ തന്നെ ഇതിന് ചുറ്റി നിൽക്കാനായി സർക്കാർ തന്നെ അതിന് കൂട്ടു നിൽക്കുന്നത്? കാരണം സർക്കാർ പറയുന്നത് ഞങ്ങൾ ദൈവവിശ്വാസികളല്ല. അങ്ങനെ വിശ്വാസികളല്ലാത്ത സർക്കാരിന് ദൈവത്തിന്റെ പണവും വേണം. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ദ്രൗപദി മുർമു അടക്കം, പ്രധാനമന്ത്രി അടക്കം ശബരിമലയിൽ എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇനി തുടർന്ന നടപടികൾ? ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘം കോടതി അന്വേഷിക്കുമോ, ED അന്വേഷിക്കുമോ, CBI വരുമോ, കേന്ദ്രം ഇടപെടുമോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതിന്റെ ബാക്കിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ, വ്യക്തതയോടെ പ്രേക്ഷകർ കേൾക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഞെട്ടിയിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ശബരിമല അയ്യപ്പനെ മുഴുവനായി കൊള്ളയടിച്ച കുറെ ആളുകൾ, ഇപ്പോ ഈ വിഗ്രഹം ഉണ്ടാക്കിയ ആളിന്റെ തലമുറക്കാർ, അതായത് അവര് തന്നെ പറയുന്നത് ഇതിൽ സിനിമാ നടന്മാർ അടക്കം വമ്പൻ സ്രാവുകൾ പിടിക്കാനുണ്ട്, പിടിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിനി അന്വേഷണവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ നട തുറന്നു കഴിയുമ്പോൾ അയ്യപ്പൻ അവിടെ ഉണ്ടാകുമോ, അതോ അയ്യപ്പനെയും കട്ട് കാണുമോ? എനിക്കറിയാം, ആ ചോദ്യം വളരെ സത്യസന്ധതയോടെ ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാര്യം അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്, ആ ചോദ്യം വളരെ പ്രധാനമാണ്. പക്ഷേ ആ ക്വസ്റ്റ്യനെ അങ്ങനെ പറയാൻ മനസ്സനുവദിക്കുന്നില്ല. കാര്യം നമ്മളൊക്കെ അയ്യപ്പൻ വിശ്വസിക്കുന്നു, ജീവിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, അവിടെ ഉണ്ട് എന്നാണല്ലോ കരുതുന്നത്. അതുകൊണ്ട് എനിക്കത് പറയാൻ വയ്യ. പക്ഷെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ശബരിമലയിൽ നിന്ന് എന്തൊക്കെ കൊള്ള മുതൽ മോഷ്ടിച്ചു നമുക്കറിയണം. ഈ പിടിച്ചവന്മാരെ ജയിലിലിടണം, അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. അതുവരെ നമ്മൾ പ്രക്ഷോഭപാതയിൽ പോകണം വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അതിശക്തമായി പ്രഷർ മുമ്പോട്ട് വെക്കണം. ഹൈക്കോടതിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഹൈക്കോടതി കഴിഞ്ഞാൽ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാര ഡിജിറ്റൽ മാധ്യമങ്ങളും നിങ്ങൾ അടക്കമുള്ള ചാനലുകൾക്കാണ് ക്രെഡിറ്റ്. ഈ വിഷയം അതിശക്തമായി നിർത്തുകയും ദേവസ്വം ബോർഡ് കാണിച്ച കള്ളത്തരത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തത് വലിയ അച്ചീവ്മെന്റ് ആണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണാമം. പൊതുവിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു, അയാള് ഈ വിഗ്രഹം, നമ്മളൊക്കെ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ നടയിൽ ഒരു സെക്കൻഡ് നിർത്താതെ ഓടിക്കുന്നവരാണ്. കാരണം നമ്മളെ പണം കൊണ്ട്, സാധാരണക്കാരെ വിശ്വാസികളെ പണം കൊണ്ടാണ് അവിടെ ആ ക്ഷേത്രം മുന്നോട്ട് പോകുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഇവരിങ്ങനെ ഒരു സെക്കൻഡ് പോലും അയ്യപ്പനെ കാണാൻ സമ്മതിക്കാതെ ഓടിച്ചു വിടുന്ന ഒരു പ്രവണതയാണ്. 3-4 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ നിന്നിട്ട് അയ്യപ്പനെ കാണാൻ എത്തുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ആ വിശ്വാസത്തെ അല്ലേ ഇവർ മുതലെടുത്തുകൊണ്ട് ഈ വലിയ കൊള്ള, എനിക്ക് തോന്നുന്നു അധോ ലോകത്തൊക്കെ നടക്കുന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ളതാണ്.
അതായത് ദേവസ്വം മാഫിയായിട്ട് പ്രവർത്തിക്കുകയാണ്. എനിക്ക് ആ വാക്ക് പറയുന്നതിന് ഒരു മടിയില്ല. കാര്യം മടിച്ചിട്ട് എന്താ കാര്യം? വ്യാജരേഖ ഉണ്ടാക്കി, സ്വർണത്തെ ചെമ്പാക്കി മാറ്റി, സ്വർണ്ണ കട്ടിളകൾ, സ്വർണം പൊതിഞ്ഞ തനി തങ്കം പൊതിഞ്ഞ കട്ടിളകൾ മാറ്റി സ്വർണം പൂശിയതാക്കി. അതായത് മാഡം എന്താ സംഭവിച്ചെന്നറിയാമോ? അതായത് അവിടെ സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്, പതിച്ചിരിക്കുകയാണ്. ആ സ്വർണം പതിച്ച സ്വർണം മാറ്റി പകരം ഗോൾഡ് പ്ലേറ്റ് ചെയ്തു, വില കുറഞ്ഞ ഗോൾഡ് പ്ലേറ്റ് ചെയ്തു. ഉദാഹരണം, ദ്വാരപാലക പാളികളിൽ 1.5 കിലോഗ്രാം സ്വർണ്ണമുണ്ട്. തിരിച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്തപ്പോൾ 361 ഗ്രാം മാത്രമേ ഉള്ളൂ. അത് മാറ്റാൻ അവർക്കെന്താ അവകാശം? വിജയ വലിയ ഭക്തിയോട് കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഭക്തിയോട് കൊടുത്തതല്ലേ? അത് മാറ്റാൻ ഇവർക്കെന്താ അവകാശം? അതുകൊണ്ട് മനഃപൂർവ്വം ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടാണ് അത് തടഞ്ഞത്. അത് വളരെ പ്രസക്തമാണ്. അതിശക്തമായ ഈ വിഷയത്തിൽ നമുക്ക് നടപടിയെടുക്കാൻ കഴിയണം. ഇവരെ ജയിലിലിടാൻ കഴിയണം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ പത്മകുമാറിന്റെ മകനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നു. അതായത് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഈ യോഗദണ്ഡം ഏക രുദ്രാക്ഷമാലയും അത് വെള്ളി പൂശിയതാണ്, അത് തൽക്കാലം സ്വർണം പൂശാനായി കൊണ്ടുപോകണ്ട എന്ന് ദേവസ്വം ബെഞ്ച് തന്നെ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെയാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ട് കേൾക്കാതെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഒരു അന്വേഷണമോ ഇതുമായി ബന്ധപ്പെട്ട ഇവർ കട്ട കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളതിന്റെ ഒരു ധൈര്യത്തിന്റെ പുറത്താണോ ഇവരൊക്കെ ചെയ്തത്? തീർച്ചയായിട്ടും അതെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ മാത്രമേ നമുക്ക് ഇതിൽ വിശ്വസിക്കാൻ കഴിയൂ. ഞാൻ ഇപ്പൊ ആരുടെയും പേരെടുക്കുന്നില്ല. എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അവരാരും ആകരുതേ എന്നാണ് ഞാൻ ഈ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. 99.99 അങ്ങനെ അല്ല എന്നറിഞ്ഞിട്ടും കാര്യം അത് നമ്മുടെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് കൂടുതൽ സത്യങ്ങൾ വരട്ടെ. ആരുടെയും പേര് വരുന്നില്ല. ഇതിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതിശക്തമായ നടപടി വേണം. അയ്യപ്പന്റെ ഒരു തരി പൊന്നു കട്ടവനെ അറസ്റ്റ് ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ ധന്യജി, ഇതിനോട് നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്, താരതമ്യം ചെയ്യേണ്ടത് തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ്. അവർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ കാല് ഭിത്തിയിൽ തട്ടും. കാര്യം കാലിൽ പതിച്ചിരിക്കുന്ന ഒരു മണ്ണ് പോലും അമ്പലത്തിൽ നിന്ന് വെളിയിൽ പോകരുതെന്ന്. അതും സ്വർണം വെളിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. തിരുവിതാംകൂർ രാജവംശത്തെയും തിരുവിതാംകൂർ ബോർഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആ കള്ളത്തരത്തിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് ഈ തുടക്കത്തിൽ ഈ സ്ത്രീ പ്രവേശന വിഷയമൊക്കെ വന്നപ്പോൾ എതിരായിട്ട് തുടക്കം മുതലേ നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ശബരിമലയുമായൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വിശ്വാസിയാണ്, ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ് രാഹുൽ ഈശ്വർ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ, ഇപ്പോ ശബരിമല മുഴുവനായി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം കേട്ടപ്പോൾ രാഹുൽ ഈശ്വരൻ എങ്ങനെയാണ് അത്? ഇപ്പോ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു 2-3 തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു അമ്പലമാണ് ശബരിമല. പക്ഷെ നമുക്ക് പോകാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മനസ്സിലെ വിശ്വാസം ഇപ്പോഴും ഉണ്ട്. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അവിടെ സ്വർണ്ണമോ ചെമ്പോ വെള്ളി ഇതൊന്നും അല്ല, അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനപ്പുറം അവിടുത്തെ ഈ അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്നത് അത് ക്ലീൻഷേ ആയി പോകും. പക്ഷെ ഈ അയ്യപ്പനെ തന്നെ വിഴുങ്ങുന്ന, വേണ്ടി വന്നാൽ അയ്യപ്പൻ സ്വർണമാണെങ്കിൽ അതിനെ കൂടി വിഴുങ്ങുന്ന തരത്തിലുള്ള ഈ എന്താ പറയുക, ഇത്തരം വളരെ മോശപരമായ കാര്യങ്ങൾ കാണിക്കുന്നവരോട് എങ്ങനെയാണ് ഇനി വിശ്വാസ സമൂഹം പെരുമാറേണ്ടത്? അതിശക്തമായ രീതിയിൽ നമ്മൾ പെരുമാറണം. അത് നിയമപരമായിട്ട് പെരുമാറാവും. നമ്മൾ നിയമത്തിന് അതീതമായി ഒന്നും ചെയ്യരുത്. പക്ഷേ സമൂഹത്തിൽ അവരെ ശക്തമായി വിമർശിക്കാനും അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പരാതി കൊടുക്കാനും അതിശക്തമായി നടപടിയെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. അത് കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് ഈ അഴിമതിയും. അമ്പലത്തിൽ നിന്ന് മോട്ടിക്കുകയാണ്. അത് തന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ, 1256 ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, പുതിയ ക്ഷേത്രങ്ങളടക്കം. അപ്പോ ശബരിമലയിൽ നിന്ന് മോട്ടിക്കാമെങ്കിൽ എത്ര സ്ഥലത്തുനിന്ന് മോട്ടിച്ചു കാണും? സാക്ഷാൽ ശബരിമലയിൽ നിന്ന് ഇവർ മോട്ടിക്കുകയാണെങ്കിൽ എത്ര സ്ഥലത്തുനിന്ന് മോട്ടിച്ചു കാണും? അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ നടപടി എടുത്തുകൊണ്ട് തന്നെ പോകണം. ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം, ജയിലിലടയ്ക്കണം.